പ്രിയപ്പെട്ട മേലേക്കാവ് നിവാസികളെ, നമ്മുടെ പഞ്ചായത്തിന്റെ പുരോഗമന പന്ഥാവിൽ ഒരു നാഴികക്കല്ലുകൂടി. ഈ നാടിന്റെ ആശയവും ആവേശവുമായ ശ്രീ മുല്ലശ്ശേരി മാധവ മേനോൻ പണി കഴിപ്പിച്ച മുല്ലശ്ശേരി മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ കൃത്യം 11:30 ശുഭമുഹൂർത്തത്തിൽ പുത്രൻ ഡോക്ടർ നന്ദകുമാർ തന്റെ ആതുര സേവനത്തിൽ എന്തായാലും എല്ലാവരും ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടന്നല്ലോ. ഓ, മുഹൂർത്തത്തിന് സമയമായല്ലോ. കൂടെ സേതുലക്ഷ്മി ഉണ്ടല്ലോ, അവര് അമ്പലത്തിൽ കയറി കാണും. അല്ലെങ്കിൽ തന്നെ മുഹൂർത്തത്തിന് ഇനി സമയമുണ്ട്. അയ്യോ, പ്രസിഡന്റ്, എന്താ പിന്നെ ആവാലോ. മോനെ, നീ ആ കസേരയിലേക്ക് ഇരിക്കേ, ഞാൻ കൺകുളിർക്കെ ഒന്ന് കാണട്ടെ. സേതുലക്ഷ്മി, എന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഈ കാഴ്ച. എല്ലാം അമ്മയുടെ കൃപാകടാക്ഷം. മേലേക്കാവിലമ്മേ, എന്റെ കുട്ടിയെ കാത്തുരക്ഷിക്കണേ അമ്മേ മഹാമായി. ശ്രീകരം, എന്തെങ്കിലും ഒരു നല്ല കാര്യം വിചാരിക്കുമ്പോൾ അവന്റെ ഉടുക്കത്തെ ഒരു വെടി. സ്വപ്നം കാണുമായിരുന്നു അല്ലേ? ഇന്നെങ്ങനെയാ, ഉദ്ഘാടനം കഴിഞ്ഞായിരുന്നോ വെടി, അതോ? അമ്മേ, അർച്ചനോളെല്ലാം ഏറെ പറ്റിയായിരിക്കണു. ഉദ്ദിഷ്ട കാര്യം സാധിച്ചു എന്ന് തന്നെ അങ്ങോട്ട് കൂട്ടിക്കോളൂ. അവിട്ടം തവിട്ടിലും നേടുന്ന സരസ്വതി കടാക്ഷം വേണ്ടുവോളം ഉണ്ടാവും എനിക്ക്. ശേഷം സംശയിക്കണ്ട. ഓന്റെ പണിക്കരെ, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇന്നേ വരെ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല. പ്രശ്നങ്ങൾ എവിടെയുണ്ടോ 1 കിലോമീറ്റർ ചുറ്റളവിൽ അതിന്റെ പരിഹാരം കാണുടോ. പിന്നെ എന്താ വെച്ചാൽ അത് തപ്പിയെടുക്കണം, അത്രേ ഉള്ളൂ. ഈശ്വരനെ ഓർത്ത് പ്രസിഡന്റ് എന്ന് എനിക്ക് അതൊന്ന് തപ്പിയെടുത്ത് തരണം. പ്രസിഡന്റ് തൊപ്പിയെടുത്ത് തലയിൽ വെച്ച് പോയില്ലേ, തപ്പാണ്ടിരിക്കാൻ പറ്റുമോ? തപ്പല്ലേ. പണിക്കിന് വീട്ടിലോട്ടല്ലോ, ഞാൻ പരിഹാരമായിട്ട് വീട്ടിലേക്ക് വരാം. മേനെ കണ്ട ലക്ഷണം വെച്ച് നോക്കുമ്പോ ഇനി ശയന പ്രദർശനം മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നു. എന്തിനാ മേലേക്കാവ് ഭഗവതിയെ പാട്ടിലാക്കാൻ ഈ കൈക്കൂലി സേവയൊക്കെ? എന്തേ കൈക്കൂലി സേവയൊക്കെ തനിക്കും തന്റെ ഉടമ്പുള്ള മെമ്പർമാർക്ക് മാത്രമേ പറ്റുള്ളൂ പ്രസിഡന്റ്. ഈ വരുന്ന വെള്ളിയാഴ്ച നന്ദുമോന്റെ എൻട്രൻസിന്റെ റിസൾട്ട് അറിയണേ. ഇവിടെ ഒരാൾക്ക് അതിന്റെ ഒരു അത് ഞാൻ മറന്നുല്ലോ. അപ്പൊ അതിന്റെ ടെൻഷൻ ആയിരിക്കൂലേ? എന്നിട്ട് ഭഗവതി എന്ത് പറഞ്ഞു? ജയിപ്പിക്കാന്ന് ഏറ്റോ? അതേടോ ഏറ്റു, അവൻ ജയിക്കും, അതുറപ്പാ. അയ്യോ, ഏത് നല്ല കാര്യം പറഞ്ഞാലും വിചാരിച്ചാലും അത് 8 നില പൊട്ടിച്ചില്ലെങ്കിൽ നല്ല കുറക്കന്മാർ നല്ലടാ പൂക്കുറ്റി. അത് പിന്നെ ഞാൻ കഥനക്ക് തീ വെക്കുമ്പോ ഓരോരുത്തർ ഓരോന്ന് വിചാരിച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? അല്ലാതെ ഞാൻ കരുതി കൂട്ടി. മതി, നിന്റെ വെടിവെപ്പൊക്കെ നിർത്തി വീട്ടിലേക്ക് ചെല്ലേ, അവിടെ പിടിപ്പത് പണിയുണ്ട്. വത്സല കുളി കഴിഞ്ഞ് തോർത്തി തുടങ്ങി. ആ വാസന്തി വെള്ളത്തിൽ നിന്ന് കേറണല്ലോ. മേല് തേക്കാൻ ഇനി അവളും കൂടിയേ ഉള്ളൂ. അടങ്ങി നിക്കടാ അവിടെ. തലമൂത്ത ഞങ്ങളിവിടെ കടിച്ചു പിടിച്ച് നിൽക്കുമ്പോ നിനക്കെന്താ ഇത്ര ആക്രാന്തം? അതല്ല, മാഗന്റെ പൂമ്പാറ്റം വായിക്കണ പ്രായമായിട്ടുള്ളൂ. പക്ഷെ കയ്യിലിപ്പ് ക്ലിന്റന്റെ. അതെ, ഞാനൊരു ക്ലിന്റൺ ഫാനാ. നിങ്ങൾക്ക് എന്താ നഷ്ടം? എടാ, അവള് കേറി. ആ, 10 രൂപയുടെ സോപ്പിന്റെ ഒരു ഭാഗ്യേ. എന്റെ ഈശ്വര, കണ്ടിട്ട് കണ്ണ് പൾപ്പാവണടാ മോനെ. അച്ഛമാമ വരുന്നു.
ഇത് മുല്ലശ്ശേരി ആ, തറവാട്, അതെ. ഇത് അമ്പലക്കുളം. ഇതിന്റെ അരികിലൂടെയാണ് പ്ലാൻ ചെയ്ത റോഡ്. ഈ റോഡ് ഇവിടെ ശരിയാകത്തില്ല. പെണ്ണുങ്ങൾ വിളിക്കുന്ന കടവിന്റെ അരികിലൂടെയാണ് ഇവിടെ റോഡ്. ഒരു സ്വകാര്യതയൊക്കെ വേണം. അതെടാ, നിങ്ങൾക്ക് കൊളക്കടവിലെ സ്വകാര്യതയാ പ്രശ്നം. എന്താ ഇവിടെ ശരിക്കും പ്രശ്നം? സേവനവാരം. സേവനമാരോ അതോ വാനര സേവയോ? ഇവിടെ മനുഷ്യൻ തീ തിന്നുക. ഈ റോഡ് വന്നാലും സീൻ കാണാം. എന്ത് സീൻ? സീനല്ല, സീനറി സീനറി, പ്രകൃതി ഭംഗി. ഒന്നും മിണ്ടാതിരിക്കടാ. അച്ചുമാമ തീ തിന്ന. അല്ല അച്ചുമാമേ, എന്താ അച്ചുമാമേ പ്രശ്നം? ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയാവോ? ഇവിടെ പറയാൻ ഞങ്ങൾക്ക് ആവില്ല അച്ഛമാമേ. എന്താ കാര്യം? അവൻ ജയിക്കോടാ, നമ്മുടെ നന്ദു. ആ അതുറപ്പാ. ഓ ഈശ്വര, അപ്പൊ ജയിക്കുമെന്ന് ഉറപ്പല്ലേ? അതെ, അതുറപ്പാ. ആ. ജയിക്കുന്നല്ല, ഏ? തോക്കും, തോറ്റിരിക്കും വിത്ത് ഡിസ്റ്റിങ്ഷൻ. ആ അയ്യോ തൊലഞ്ഞു. എന്റെ മേലെ കാവിലമ്മേ, എന്റെ ബാക്കി ജീവിതം അനാഥാലയത്തിലോ അതോ ആതുരാശ്രമത്തിലോ? സമയമുണ്ടല്ലോ, അത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. അച്ഛമ്മ എനിക്ക് എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ എല്ലാവരും കൂടി ഈ ലഗേജ് ഒന്ന് കയറ്റി വെച്ച് അങ്ങനെ ഞാൻ പോട്ടെ. അതെ